ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ജിഞ്ചർ വൈൻ്റേതാണ്. ഇത് ട്രഡീഷണൽ രീതിയിൽ 21 ദിവസം കെട്ടി വെച്ചതിന് ശേഷം ഇന്നലെ ഞാൻ അരിച്ചെടുത്താണ്. നല്ല ക്ലിയർ ആയിട്ടുള്ള വൈനാണ്, നല്ല ടേസ്റ്റിയാണിത്. ഇതിനു മുമ്പ് ഞാനൊരു മുന്തിരി വൈൻ ഇട്ടിട്ടുണ്ടായിരുന്ന വീഡിയോ ഇൻസ്റ്റൻറ്റ് വൈൻ്റേതാണ്. അപ്പോൾ ഒത്തിരി പേര് ട്രഡീഷണൽ രീതിയിലുള്ള മുന്തിരി വൈനും ഇഞ്ചി വൈൻ്റെയും റെസിപ്പി എന്നോട് ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ മുന്തിരി വൈനൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് ബിസി ആയതുകൊണ്ട് ഇടാനായിട്ടുള്ള താമസം വരുന്നത് ഞാൻ എഡിറ്റ് ചെയ്ത് ഇട്ടാൽ മതി. അപ്പോൾ അടുത്തതിന് മുന്തിരി വൈൻ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ ഈ ജിഞ്ചർ വൈൻ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഒരു 21 ദിവസം വെക്കണം എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും എൻ്റെ വീഡിയോ കാണുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മടിക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ വൈൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ജിഞ്ചർ വൈൻ ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇഞ്ചി, ഉണക്കമുന്തിരി. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വെള്ള നിറത്തിലുള്ള ഉണങ്ങിയ മുന്തിരിയാണ്. നമ്മൾ കറുത്ത നിറത്തിലുള്ള മുന്തിരി ഉപയോഗിക്കുകയാണെങ്കിൽ വൈൻ അത്ര നല്ല വെളുത്ത നിറം കിട്ടില്ല. ചിലപ്പോൾ മുന്തിരി വൈൻ്റെ നിറം വരും. അതുകൊണ്ടാണ് ഞാനിവിടെ വെളുത്ത നിറത്തിലുള്ള മുന്തിരി ഉപയോഗിക്കുന്നത്. ഇനി വേണ്ടത് ഈസ്റ്റ്. വൈൻ ആവശ്യമായ പഞ്ചസാര ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ എടുത്തിരിക്കുന്നത് 1 കിലോ പഞ്ചസാരയാണ്. മധുരത്തിന്റെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാട്ടോ. വൈന് നല്ലൊരു മണവും രുചിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മസാല നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. 2 കഷ്ണം പട്ടയും ഒരു 4 ഗ്രാമ്പുമാണ് ഇതിനുവേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ആദ്യം നമുക്ക് ഈ ഇഞ്ചിയുടെ തൊലി ഒന്ന് കളഞ്ഞെടുക്കണം. ഇഞ്ചിയുടെ തൊലി കളയാനായിട്ട് നമ്മൾ കത്തിയൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഞാനിവിടെ ചെയ്തിരിക്കുന്നത് ഒരു സ്റ്റീലിന്റെ സ്പൂൺ നമുക്ക് ഇതുപോലെ തിരിച്ചു പിടിച്ചതിന് ശേഷം ഇഞ്ചിയുടെ തൊലി നമുക്ക് ഇതുപോലെ കളഞ്ഞെടുക്കാം. വളരെ പെട്ടെന്ന് നമ്മൾ കത്തി ഉപയോഗിച്ച് ചെയ്യുന്നതിനേക്കാളും എളുപ്പം നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇഞ്ചിയുടെ തൊലിയെല്ലാം ഈ കാണുന്ന പോലെ നന്നായിട്ട് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. ഇത് നമുക്കൊന്ന് ചതച്ചെടുക്കാനുള്ളതാണ്. ഞാൻ മിക്സിയിൽ ഒരു ചെറിയ ബൗളിലിട്ടിട്ടാണ് ഇഞ്ചി അടിച്ചെടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ കല്ലിൽ വെച്ച് വേണമെങ്കിൽ ചതച്ചെടുക്കാം. മിക്സിയിലിട്ട് അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇഞ്ചി കൂടുതൽ അരഞ്ഞു പോകരുത്. ഒന്ന് നന്നായിട്ട് ചതച്ചെടുത്താൽ മാത്രം മതി. ഇഞ്ചി ഈ കാണുന്ന പോലെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ചതച്ചെടുത്ത ഇഞ്ചി നമുക്ക് 1 ലിറ്റർ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി സോസ് പാൻ സ്റ്റവിൽ വെച്ച് ഇതൊന്ന് നന്നായിട്ട് തിളപ്പിക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ചു വന്നിട്ടുണ്ട്. നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം സ്റ്റവ് ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 10-15 മിനിറ്റ് വീണ്ടും ഒന്ന് നന്നായിട്ട് തിളപ്പിക്കണം. ഇപ്പോൾ പാൻ സ്റ്റവിൽ വെച്ചിട്ട് 15 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് തണുക്കാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഈസ്റ്റ് ഒന്ന് കലക്കി വെക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ആക്റ്റീവ് ഡ്രൈഡ് ഈസ്റ്റ് ആണ്. ഒരു ഗ്ലാസ്സിലേക്ക് ഒരു 3/4 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 കപ്പ് ചെറിയ ചൂടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. ഈസ്റ്റ് കലക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം ചെറിയ ചൂട് മതി. അധികം ചൂടുള്ള വെള്ളമാണെങ്കിൽ ഈസ്റ്റ് ശരിക്കും പൊങ്ങി കിട്ടില്ല. ഇനി അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പൊങ്ങാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇഞ്ചി തിളപ്പിച്ചത് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് കുപ്പിയിലേക്കോ ഭരണിയിലേക്കോ ആക്കി കൊടുക്കാം. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇതുപോലുള്ള കുപ്പിയാണ്. വൈനിടാൻ ഉപയോഗിക്കുന്ന കുപ്പി നല്ല ക്ലീൻ ഉള്ളതായിരിക്കണം. അതുപോലെ തന്നെ സ്വല്പം വലിയ കുപ്പി തന്നെ നമ്മൾ വൈനിടാൻ വേണ്ടി ഉപയോഗിക്കണം. ആദ്യം കുപ്പിയിലേക്ക് നമുക്ക് തിളപ്പിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി ആ വെള്ളത്തോടുകൂടി തന്നെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഉണക്കമുന്തിരിങ്ങയും കൂടി ഇട്ട് കൊടുക്കണം. ഇത് ഞാൻ കഴുകി വെള്ളമെല്ലാം കളഞ്ഞു വെച്ചിരിക്കുന്നതാണ്. ഇതിലേക്ക് പഞ്ചസാരയും പട്ടയും കറയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ നേരത്തെ കലക്കി വെച്ച ഈസ്റ്റ് ആണ്. അത് നല്ലൊരു പൊങ്ങി വന്നിട്ടുണ്ട്. ഇതും കൂടി നമുക്ക് ഇനി കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള 2 ലിറ്റർ വെള്ളവും കൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കണം. വൈനായിട്ട് 3 ലിറ്റർ വെള്ളമാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ആദ്യം 1 ലിറ്റർ വെള്ളത്തിലാണ് ഇഞ്ചിയിട്ട് തിളപ്പിച്ചത്. പിന്നീട് നമ്മൾ 2 ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു സ്പൂൺ കൊണ്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി കുപ്പി മൂടിയതിന് ശേഷം ഒരു തുണിയോ ടവലോ ഇട്ട് കുപ്പിയുടെ മൂടിയുടെ പുറത്ത് നന്നായിട്ട് കെട്ടി വെക്കണം. നന്നായിട്ട് മൂടി കെട്ടി വെച്ചതിന് ശേഷം നമുക്ക് കുപ്പി മാറ്റി വെക്കാം. അടുത്ത ദിവസം കുപ്പി തുറന്നതിന് ശേഷം ഒരു സ്പൂൺ കൊണ്ട് വൈനൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. വൈൻ ഇളക്കാൻ ഉപയോഗിക്കുന്ന സ്പൂൺ മരത്തിന്റെയോ അല്ലെങ്കിൽ സ്റ്റീലിന്റെയോ മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ കറിയൊക്കെ ഇളക്കാൻ ഉപയോഗിക്കുന്ന സ്പൂൺ ഇതിനായിട്ട് ഉപയോഗിക്കാതിരിക്കുക. വൈൻ നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും കുപ്പി മൂടിക്കെട്ടി വെക്കുക. ഇതുപോലെ തന്നെ 21 ദിവസവും നമ്മൾ കുപ്പി തുറന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. വൈനിട്ട് വെച്ചിട്ട് 21 ദിവസം കഴിഞ്ഞ് ഇത് 22ാമത്തെ ദിവസമാണ്. ഇനി നമുക്ക്
കുപ്പി തുറന്നതിന് ശേഷം വൈൻ ഒന്ന് അരിച്ചെടുക്കണം. ഞാൻ ഇതുപോലൊരു സ്റ്റീലിന്റെ അരിപ്പയിലൂടെയാണ് അരിച്ചെടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ തുണിയിലൂടെയോ അല്ലെങ്കിൽ തോർത്തൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ അരിച്ചെടുക്കാവുന്നതാണ്. അരിക്കുമ്പോൾ ബാക്കി വരുന്ന ഈ ചണ്ടിയെല്ലാം നമുക്ക് മാറ്റിക്കളയാം. ഇനി അരിച്ചെടുത്ത വൈൻ നമുക്കൊരു കുപ്പിയിലേക്ക് ഒഴിച്ചു വെക്കാം. വൈൻ വെക്കുന്ന കുപ്പി എപ്പോഴും നല്ല കഴുകി ക്ലീനായ കുപ്പിയായിരിക്കണം. അതുപോലെ തന്നെ വൈൻ ഒഴിച്ചു വെക്കുന്ന കുപ്പിയിൽ ഒരു 1/4 ഭാഗം മാത്രമേ ഒഴിച്ചു വെച്ചാൽ മതി. വൈൻ കുപ്പി മൂടി വെക്കുമ്പോഴത്തേക്കും കൂടുതൽ ടൈറ്റ് ആയിട്ട് അതിന്റെ മൂടി വെക്കരുത്. മൂടി കുറച്ച് ലൂസായിട്ട് വെക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ പെട്ടെന്ന് വൈൻ എടുക്കുമ്പോഴത്തേക്കും പുറത്തേക്ക് തെറിച്ചു വരും. അരിച്ചെടുത്ത് ഒരു ദിവസം കഴിയുമ്പോഴത്തേക്കും നമുക്കിത് ഉപയോഗിക്കാൻ തുടങ്ങാവുന്നതാണ്. വളരെ രുചികരവും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നമ്മുടെ ഇഞ്ചി വൈൻ റെഡി ആയി കഴിഞ്ഞാൽ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമന്റും നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും ഇതുപോലെ നല്ല റെസിപ്പിയുമായി നമുക്ക് കാണാം. താങ്ക് യു.